ശബരിമല വാർത്തകളിൽ ഇടം നേടിയ സംഭവമായിരുന്നല്ലോ സ്വർണ്ണപ്പാളി വിവാദം. ഓരോ ഭക്തനും വ്രതമെടുത്ത് ശബരിമല കയറി 18-ാം പടി ചവിട്ടി അയ്യന്റെ സന്നിധിയിലെത്തുന്നത് മോക്ഷമായും പുണ്യമായും കരുതുമ്പോൾ ദേവസ്വം ബോർഡിൽ ഭക്തനാണെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും സ്ഥാനങ്ങളിൽ ജോലിയും ചെയ്യുന്ന ജീവനക്കാരും കാട്ടിക്കൂട്ടുന്ന ഇത്തരം പ്രവൃത്തികൾ മലയാളിയെ തന്നെ ലജ്ജിപ്പിക്കുന്നതാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ മലയാളികളെക്കാൾ ഏറെ ഭക്തിയോടെയാണ് മറ്റ് സംസ്ഥാനക്കാർ ശബരിമലയിൽ എത്തുന്നതും അയ്യപ്പനെ കണ്ട് പുണ്യം നേടി മടങ്ങുന്നതും. നമ്മൾ മലയാളിയിൽ നല്ലൊരു ശതമാനം പേരും വ്രതമെടുക്കുന്നത് പേരിന് വേണ്ടി മാത്രമാണെന്നിരിക്കെ തമിഴ്നാട്ടുകാരും കന്നഡക്കാരും ദിവസങ്ങളോളം വീട്ടിൽ പോലും കയറാതെ ചെരുപ്പിടാതെ ആൽത്തറയിൽ അന്തി ഉറങ്ങിയും ഭക്ഷണം യാചിച്ചു കഴിച്ചും ശബരിമലയ്ക്ക് എത്തുന്നതിന് മുമ്പുള്ള വ്രതം അത്ര കഠിനമായി വ്രതം നോറ്റാണ് ശബരിമലയ്ക്ക് എത്തിച്ചേർന്ന് പുണ്യത്തിനായി 18-ാം പടി കയറി അയ്യന്റെ മുന്നിൽ എത്തുന്നത്. ആ ശബരിമലയെ ഇത്രത്തോളം ഹീനമായ രീതിയിൽ അവഹേളിച്ച പ്രവൃത്തി മലയാളികളെ നാണിപ്പിക്കേണ്ടതാണെന്നല്ലാതെ എന്തു പറയാൻ. സ്വർണം പൂശൽ വിവാദമെന്ന് പറഞ്ഞ് നിസാരവൽക്കരിക്കുമ്പോൾ ഒന്നോർക്കേണ്ടത് സ്വർണം പൂശിയ ദ്വാരപാലക ശില്പമോ വാതിലോ അല്ല അവിടെ നിന്ന് കളവ് പോയിട്ടുള്ളത്. സ്വർണ്ണപ്പാളികൾ കൊണ്ട് കവചം തീർത്ത ദ്വാരപാലക ശില്പങ്ങൾ, ചെറിയ പാളികളായ സ്വർണം ദ്വാരപാലക ശില്പത്തിന്റെ അതേ ആകൃതിയിൽ ശില്പത്തിനെ പൊതിഞ്ഞ് കവചമായി തീർത്തിരിക്കുന്ന സ്വർണ്ണപ്പാളികളെ കൃത്യമായി കൊണ്ടുപോയി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന കമ്പനിയിൽ കൊണ്ടുപോയി ഉരുക്കി സ്വർണം വേർതിരിച്ചെടുക്കുകയും ശേഷം സ്വർണം പൂശി തിരികെ എത്തിക്കുകയും ചെയ്തു. എന്താല്ലേ സ്വർണ്ണപ്പാളി എന്തിനാ? ദ്വാരപാലകർക്ക് സ്വർണം പൂശിയാലും ആരും പരിശോധിക്കാനില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. കളി അയ്യനോടാണെന്ന് മറന്നുപോയി ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും ഒത്താശ പാടിയ മറ്റ് ദേവസ്വം ബോർഡ് ജീവനക്കാരും. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആരും കരുതിയിട്ടുണ്ടാവില്ല ഹൈക്കോടതിയുടെ രൂപത്തിൽ ഇത്തരമൊരടി സ്വാമി അയ്യപ്പൻ നൽകുമെന്ന്. ശബരിമലയിലേക്ക് ഇത്രയേറെ സ്വർണം നൽകി 1999 വിജയ് മല്യ ക്ഷേത്രത്തിന്റെ പ്രതിമകൾക്കും ദ്വാരപാലക ശില്പങ്ങൾക്കും കവാടങ്ങൾക്കും ഒക്കെ സ്വർണ്ണപ്പാളി കൊണ്ട് കവചം തീർത്തത് എത്രത്തോളം അയ്യനോടുള്ള ഭക്തി ഉണ്ടായിട്ടായിരിക്കണം. ഏകദേശം 30 കിലോയിലധികം സ്വർണവും 1900 കിലോ ചെമ്പും അന്ന് ശബരിമലയിലെ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നു. നമ്മൾ ഓർക്കേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ സമീപിക്കുന്നതും ദേവസ്വം ബോർഡിൽ എത്തിപ്പെടുന്നതും സ്പോൺസറായാണ്. 2019 ദ്വാരപാലകരുടെ പ്രതിമയ്ക്ക് തിളക്കം കുറവാണെന്ന് കണ്ടെത്തി സ്വർണ്ണപ്പാളികൾ കൊണ്ട് കവചം തീർത്തിട്ടുള്ള ദ്വാരപാലക ശില്പങ്ങൾക്കും വാതിലുകൾക്കും അതിനെ സ്വന്തം ചിലവിൽ സ്വർണം പൂശി തിരികെ എത്തിക്കാൻ ദേവസ്വം ബോർഡിനോട് അനുമതി തേടി ദ്വാരപാലകരെയും അനുബന്ധ വസ്തുക്കളും വാതിലും ഒക്കെ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുപോയി. ദേവസ്വം ബോർഡിലെ ഒരു ജീവനക്കാരോ ദേവസ്വം ബോർഡിലെ ഏതെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥരോ ഇതിനെതിരെ നിൽക്കുകയോ ഇത് നിയമപരമല്ലെന്ന് അറിയിക്കുകയോ ചെയ്തിട്ടില്ല. മാത്രവുമല്ല ദേവസ്വം രേഖകളിൽ കൊണ്ടുപോയിട്ടുള്ള ദ്വാരപാലക ശില്പം ചെമ്പാണെന്ന് രേഖപ്പെടുത്തുകയും ചെയ്തു. നമ്മൾ ഓർക്കേണ്ടത് എത്രത്തോളം വ്യാപ്തിയുള്ള എത്രത്തോളം ആൾക്കാർ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് അയ്യന്റെ സന്നിധിയിൽ നടന്നിട്ടുള്ളതെന്നാണ്. കൊണ്ടുപോയ ശില്പങ്ങൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിൽ കൊണ്ടുപോയി പാളികൾ ഇളക്കി ഉരുക്കി സ്വർണം എടുത്ത ശേഷം അതിന്റെ തന്നെ ഒരു അംശം തിരികെ ശില്പങ്ങളിൽ പൂശി ശബരിമലയിൽ എത്തി. കൊണ്ടുപോയപ്പോൾ 42.8 കിലോഗ്രാം ആയിരുന്നെങ്കിൽ തിരികെ വന്നപ്പോൾ 38.25 കിലോഗ്രാമായി കുറഞ്ഞു. ഏകദേശം 4 കിലോ സ്വർണം തിരികെ വന്നപ്പോൾ ഇല്ല. ആദ്യഘട്ടത്തിൽ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ലീഗൽ അഡ്വൈസറൊക്കെ വന്ന് നമ്മൾ സ്വർണം മാത്രമേ സ്വീകരിക്കാറുള്ളൂ, ചെമ്പ് സ്വീകരിക്കാറില്ല. എത്രത്തോളം പ്രഹസനമാണ് വാർത്താ മാധ്യമങ്ങളോട് കാട്ടിയെന്ന് എല്ലാവരും കണ്ടതാണല്ലോ. കൃത്യമായ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ സ്വർണ്ണക്കൊള്ള ഒരു സൈഡിലൂടെ ഓരോ ഭാഗങ്ങൾ അഴിച്ചുകൊണ്ടുപോയി ഇത്തരത്തിൽ വെളുപ്പിച്ചുകൊണ്ടിരുന്നതാണ് ഹൈക്കോടതി സ്പെഷ്യൽ കമ്മീഷണറുടെ രൂപത്തിൽ ദേവസ്വം ബോർഡിനും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും പണിയായി വരുന്നത്. ഹൈക്കോടതി തന്നെ പണ്ടുകാലങ്ങളിൽ അനവധി കുറ്റകൃത്യങ്ങൾ കണ്ടെത്തിയതുകൊണ്ടും ശബരിമലയിലേക്ക് നടവരയായി കിട്ടുന്ന പൈസ കൃത്യമായി ഒളിപ്പിച്ച് കടത്തുന്നത് അറിവ് ലഭ്യമായതുകൊണ്ടും ഹൈക്കോടതി കാലങ്ങൾക്ക് മുമ്പ് തന്നെ സ്പെഷ്യൽ കമ്മീഷണർ എന്ന പോസ്റ്റിൽ ഒരാളെ ശബരിമലയുടെ മേൽനോട്ടത്തിനായി നിയമിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡിന്റെ പ്രവൃത്തികളും ശബരിമലയിലെ ദൈനംദിന പ്രവർത്തനങ്ങളും ഉൾപ്പെടെ കൃത്യമായി മോണിറ്റർ ചെയ്യാനും ഹൈക്കോടതിയിൽ കൃത്യസമയത്ത് അറിയിക്കുന്നതിനും സ്പെഷ്യൽ കമ്മീഷണർ ബാധ്യസ്ഥനാണ്. അങ്ങനെയിരിക്കെയാണ് സ്പെഷ്യൽ കമ്മീഷണർ ഇത്തരത്തിൽ താൻ ഒന്നും അറിയാതെ ദ്വാരപാലക ശില്പങ്ങളും കവാടങ്ങളും കൊണ്ടുപോയി സ്വർണം പൂശിയിരുന്നതും ഉണ്ണികൃഷ്ണൻ പോറ്റി അത് കൊണ്ടുപോയിട്ടുള്ളതും എല്ലാം ഹൈക്കോടതിയെ ധരിപ്പിക്കുന്നത്. അതായത് 2025 സെപ്റ്റംബർ 9 ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയെ ഈ വിവരം അറിയിക്കുന്നു. ഹൈക്കോടതി ഈ കൊള്ളയുടെ വ്യാപ്തി മനസ്സിലാക്കിയിട്ടാവണം ഗൗരവമായി ഇടപെടുകയും ഈ വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒക്ടോബർ 17 പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും പിന്നീട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെയും അറസ്റ്റ് ചെയ്തു. കോടതി നിർദ്ദേശിച്ചനുസരിച്ച് ഒക്ടോബർ 21 സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആദ്യ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയുണ്ടായി. തുടർന്നുള്ള അന്വേഷണത്തിൽ ഒക്ടോബർ 25 കർണാടകയിലെ ബെല്ലാരിയിലെ റോദ്ദാം ജുവലേഴ്സ്, പ്രൊനൗൺസിയേഷൻ കൃത്യമാണോ എന്നറിയില്ല, റോദ്ദാം ജുവലേഴ്സിലെ ഗോവർദ്ധൻ എന്ന ആളിൽ നിന്നും 400 ഗ്രാം സ്വർണം വീണ്ടെടുത്തു. അപ്പോഴുള്ള സംശയം ഈ സ്വർണം വീണ്ടെടുക്കൽ ഈ കൊള്ള മറച്ചു പിടിക്കുന്നതിനും കൂടുതൽ തെളിവുകളോ കൂടുതൽ വ്യക്തികൾ പെടാതിരിക്കാനുമുള്ള ഒരു കള്ളം നടന്നു. അത് മോഷ്ടിച്ചവരെ പിടിച്ചു, മോഷണം മുതലും കണ്ടെത്തി. ഇപ്പൊ ഇനി മുന്നോട്ടുള്ള അന്വേഷണം വേണ്ടല്ലോ. ഈ വ്യവസ്ഥയിൽ ഈ കേസ് ഇവിടെ വെച്ച് ഒത്തുതീർപ്പാക്കാനുള്ള നടപടിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ അയ്യപ്പനോടാണ് കളി. ഹൈക്കോടതി ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തിയതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ഒളിച്ചുകളി നടപ്പാക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഗൗരവമായ വീഴ്ചയുള്ളതായി ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട്.
പ്രതിമകൾ കൊണ്ടുപോകുമ്പോൾ ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് കാലക്രമേണ തെളിവുകൾ തേച്ചു മാറ്റി പ്രതികളെ രക്ഷപ്പെടുത്താനായിരുന്നുവെന്ന് സംശയിക്കേണ്ടി വരും. മാത്രമല്ല, കൊണ്ടുപോയ ദ്വാരപാലക ശില്പങ്ങളിൽ ഏകദേശം 4 കിലോയോളം തൂക്കവ്യത്യാസം ഉണ്ടായിരുന്നിട്ടും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും കൃത്യമായി പരിശോധന പോലും ഉണ്ടായിട്ടില്ല. എന്തായാലും ശബരിമലയിലെ എല്ലാ വിലപിടിപ്പുള്ള വസ്തുക്കളും ശേഖരിച്ച് ഒരു ഡിജിറ്റൽ ഇൻവെന്ററി സിസ്റ്റം ഉണ്ടാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ എടുത്ത നിലപാടുകൾ ശ്രദ്ധേയമാണ്. പ്രതിപക്ഷം, അതായത് UDF ഒരൊറ്റ ആരോപണം മാത്രം, ഇത് സർക്കാരിന്റെ അനാസ്ഥയുടെ തെളിവാണ്. അതിൽ കൂടുതൽ പറയാൻ UDF കഴിയില്ലല്ലോ. കാര്യം 1999 ശേഷം UDF ഭരിച്ചിട്ടുണ്ടല്ലോ. ചികഞ്ഞു പോയാൽ അവരുടെയും വീഴ്ചകൾ കണ്ടെത്തുമെന്ന് പേടിച്ചിട്ടാവണം ഇത്രയും വലിയൊരു കൊള്ളയും അധികാര ദുർവിനിയോഗവും ഒക്കെ ഉണ്ടായിട്ടും UDF അത്രത്തോളം പ്രശ്നമുള്ളതായി തോന്നിയില്ല. നേരത്തെ പറഞ്ഞ പോലെ സർക്കാരിന്റെ അനാസ്ഥയുടെ തെളിവാണ് ദേവസ്വം ബോർഡിനും സർക്കാരിനും വിശ്വാസം സംരക്ഷിക്കാനായില്ല തുടങ്ങിയ പ്രസ്താവനകളിലൂടെ ഏകദേശം കാര്യങ്ങൾ ഒതുക്കി. സർക്കാരിന്റെ നിലപാട്, അതായത് ഇടതുപക്ഷത്തിന്റെ നിലപാട്, നിഷ്പക്ഷമായ അന്വേഷണം നടത്തുമെന്നും ആരെയും സംരക്ഷിക്കില്ല എന്നുമാണ്. എല്ലാം കൃത്യമായി നടന്നാൽ നല്ലത്. എല്ലാ കാലത്തും ശബരിമലയിലെ വിശ്വാസ സംരക്ഷണത്തിനായി സുപ്രീം കോടതി വരെ പോരാടിയിട്ടുള്ള NSSന്റെ കടുപ്പമേറിയ ഒരു പ്രസ്താവനയും കണ്ടില്ല. അതുപോലെ SNDP യോഗം നേതാവ് ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ ഈ വിഷയത്തിന്മേലുള്ള തമാശകളും കോമാളി ചിരിയും ഒക്കെ സവിശേഷമായിരുന്നു. ഇങ്ങനെയാണോ ഈ വിഷയത്തെ സമീപിക്കേണ്ടിയിരുന്നതെന്ന് ഇവരൊക്കെ ഒന്നുകൂടി പുനർചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഹൈക്കോടതി 6 ആഴ്ചത്തെ സമയം അനുവദിച്ചിട്ടുണ്ട്. തിരികെ കിട്ടിയ 400 ഗ്രാം സ്വർണം തൊണ്ടി മുതലായി കണക്കാക്കിയ അന്വേഷണം അവസാനിപ്പിക്കാതെ, കൃത്യമായ രീതിയിൽ ആരെയും സംരക്ഷിക്കാതെ അന്വേഷണം പൂർത്തിയാക്കി സ്വാമി അയ്യപ്പന്റെ ഒരു തരി പൊന്നിനെങ്കിലും ആഗ്രഹിക്കുകയോ അവിടെ നിന്ന് മോഷ്ടിക്കാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഈ കുറ്റകൃത്യത്തിന്റെ ഭാഗമാക്കി കൊണ്ടുവരണമെന്നതാണ് ഭക്തജനങ്ങളുടെ ആഗ്രഹം. അതോടൊപ്പം തന്നെ ഹൈക്കോടതി നിർദ്ദേശിച്ചതുപോലെ ശബരിമലയിലെ എല്ലാ വിലപ്പെട്ട സംവിധാനങ്ങളുടെയും കൃത്യമായ ഡിജിറ്റൽ ഇൻവെന്ററി സിസ്റ്റം കൊണ്ടുവരികയും കൃത്യമായ ഓഡിറ്റിംഗും നടപ്പിലാക്കേണ്ടത് അത്യാവശ്യമാണ്. സത്യത്തിൽ ഈ കൊള്ള ശബരിമലയുടെ മാത്രം പ്രശ്നമല്ല. മുരാരി ബാബുവിന്റെ അറസ്റ്റിന് ശേഷം അയാൾ ദേവസ്വം ബോർഡിലെ ഓഫീസറായിരുന്നപ്പോൾ അധികാരപരിധിയിൽ ഉണ്ടായിരുന്ന എല്ലാ ക്ഷേത്രങ്ങളിലെയും വിലപ്പെട്ട വസ്തുക്കളുടെ മേൽ നോട്ടമിട്ടിരുന്നതായും പലവിധ പ്രശ്നങ്ങളുടെ പേരിൽ വിലപ്പെട്ട വസ്തുക്കൾ അടിച്ചു മാറ്റുന്നതിനും ശബരിമലയിലേതുപോലെ തന്നെ കൈവശപ്പെടുത്തുന്നതിനും ശ്രമിച്ചിരുന്നു എന്നതിന്റെ തെളിവുകൾ ഓരോന്നോരോന്നായി പുറത്തു വരികയുണ്ടായി. എല്ലാത്തിലും കൃത്യമായ അന്വേഷണം നടത്തി സത്യം പുറത്തു കൊണ്ടുവരേണ്ടത് വിശ്വാസ സമൂഹത്തിന്റെ ആവശ്യമാണ്. ഇനി പറയാനുള്ളത് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും BJP ആയാലും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളോടും അധികാരത്തിലിരിക്കുന്ന സർക്കാരിനോടുമാണ്. ദേവസ്വം ബോർഡിൽ ആളുകളെ നോമിനേറ്റ് ചെയ്യുമ്പോൾ, അതായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദേവസ്വം ബോർഡ് അംഗങ്ങൾ പോലുള്ള പരീക്ഷയിലൂടെയോ മറ്റു സംവിധാനങ്ങളിലൂടെയോ മെറിറ്റ് അടിസ്ഥാനത്തിലല്ലാതെ സർക്കാർ നേരിട്ട് ദേവസ്വം ബോർഡിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന കൃത്യമായി മോണിറ്റർ ചെയ്തതിന് ശേഷം മാത്രം സർക്കാരുകൾ നിയമിക്കുക. അവിശ്വാസമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അടിത്തറയെങ്കിലും കാലം മാറിയതനുസരിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലും ദൈവവിശ്വാസമുള്ള എത്രയോ വ്യക്തികൾ ഇന്നുണ്ട്. അവരിൽ മെച്ചപ്പെട്ട വിവരവും വെള്ളിയാഴ്ചയുമുള്ളവരെ ദേവസ്വം ബോർഡിലെ ഇത്തരം തസ്തികകളിലേക്ക് നിയമിക്കണം. അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും വിശ്വാസികൾക്കും ഉറപ്പ് നൽകിയിട്ടുള്ളതുപോലെ സർക്കാർ യാതൊരു വിധത്തിലും ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നിട്ടുള്ള ഒരു വ്യക്തിയെ പോലും രക്ഷപ്പെടാൻ അനുവദിക്കാതെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് എല്ലാവിധ അധികാരങ്ങൾ നൽകി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വ്യക്തികളെയും കണ്ടെത്തുന്നതിനും തുറങ്കിലടിക്കുന്നതിനും സർക്കാർ ദൃഢനിശ്ചയത്തോടുകൂടി മുന്നോട്ട് പോകണം. കാരണം വരുമാനം കൊണ്ട് മാത്രമല്ല ശബരിമല മലയാളികളുടെയും കേരളത്തിന്റെയും അഭിമാനമായി മാറുന്നത്. ലോകത്തിൽ ഒരു പ്രത്യേക കാലയളവിൽ ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്ന ക്ഷേത്രം ശബരിമലയാണെന്നത് സത്യം തന്നെ. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഹൈന്ദവ വിധിപ്രകാരം പൂജാതി കർമ്മങ്ങൾ നടക്കുന്ന ലോകത്തിലെ മറ്റൊരു അമ്പലത്തിലും ഏതൊരു മതസ്ഥനും കടന്നു ചെല്ലാനും മോക്ഷപ്രാപ്തിക്കായി പ്രാർത്ഥിക്കാനും കഴിയുമെന്ന് തോന്നുന്നില്ല. അത് ലോകത്തിന് മുന്നിൽ തന്നെ മലയാളിയുടെയും കേരളത്തിന്റെയും അഭിമാനമാണ്. അത്തരത്തിലൊരു പുണ്യസ്ഥാനത്ത് ഈ കൊള്ള ചെയ്തവരെ സർക്കാർ യാതൊരു തരത്തിലും സംരക്ഷിക്കരുത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് പൂർണ്ണ അധികാരം നൽകി ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട എല്ലാ വ്യക്തികളെയും വെളിച്ചത്ത് കൊണ്ടുവരികയും തുറങ്കിലടയ്ക്കുകയും ചെയ്യണം. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തണേ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.